Hi guys, welcome to my Let's Play Series 4th episode guys. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ Let's Play Seriesന്റെ 4th episode ആണ്. ഇറ്റ്സ് മീ ആർക്കവരി. അപ്പം ഇന്ന് നമ്മുടെ Let's Play Seriesന്റെ 4th episode ആയതുകൊണ്ട് അത് മാത്രമേ ഇന്ന് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു അടിപൊളി കാര്യം പറയാനാണ്. ഞാൻ ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൈനിങ് ഏരിയയിലോട്ടായിരുന്നു. ഞാനൊരു ചെറുതായിട്ട് മൈനിങ് ഏരിയ കണ്ടുപിടിക്കല്ലോ. അപ്പം ഞാൻ കുറച്ച് താഴോട്ട് ഇങ്ങനെ മൈൻ ചെയ്ത് വന്നു. ഒരു 50 എത്തപ്പോൾ ഞാൻ കോഡ് വെച്ച് കാണിച്ചത്. നമുക്ക് 55 വരെ വന്നു. അപ്പം ഞാൻ ഇവിടെ ഒരു കേവ് കണ്ടു കേട്ടോ. ഞാൻ കേവിൽ ഇങ്ങോട്ട് വന്നപ്പോൾ കൂടെ ഒപ്സ് അതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നിട്ട് ഞാൻ ഇവിടുന്ന് മേലോട്ട് ഇങ്ങനെ ഡിഗ് പോയി. അതിന് മുമ്പേ തന്നെ ഞാൻ ഇങ്ങനെ ചെയ്തു ഇങ്ങോട്ട് നൈസാണ്. അപ്പോൾ ഇവിടെ സ്പോൺസർ ഇത് സ്കെൽട്ടൺ സ്പോൺ നൈസ്. ഓക്കെ, സ്കെൽട്ടൺ സ്പോൺസർ കിട്ടി. അപ്പം എൻ്റെ പ്ലാൻ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെ ആദ്യം ഒരു സ്കെൽട്ടൺ ഫാം മീൻസ് എക്സ്പി ഫാമും സ്കെൽട്ടൺ ഫാമാക്കി മാറ്റാൻ പോകണം പ്ലീസ്. ഓക്കെ, ഇത് നമ്മൾ സ്കെൽട്ടൺ ഫാമാക്കി മാറ്റാനാണ് നമ്മുടെ ഈ ഇപ്പോഴത്തെ പ്ലാൻ. ഓക്കെ, അതിനുള്ളൊരു കാര്യം കൂടിയൊക്കെ ചെയ്യാനായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ഇനി കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചെയ്തിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഫുൾ ഇത് ഇതിന് കുറച്ച് ബോൺ മീലൊക്കെ കളക്ട് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത് ബോണൊക്കെ. അപ്പം നമ്മുടെ ഹൗസ് വീടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. മീൻസ് വീടിൻ്റെ പണി നമ്മൾ കുറേ വുഡ് വേണം. അപ്പം ഞാൻ സ്പ്രൂസ് വുഡാണ് കളർ വേണ്ടുന്നത്, സ്പ്രൂസ് വുഡ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇതും കൂടി നമുക്ക് ഇരുന്ന് കിട്ടിക്കോളും. ഓക്കെ, നമുക്കിനി ഇവിടുന്ന് അത് കുറച്ച് പണികൾ ചെയ്ത് പറഞ്ഞാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാര്യം പറഞ്ഞുതരാം. നമ്മൾ ആദ്യം തന്നെ ഈ മെയിൻ സ്പോണർ ബ്ലോക്ക്, ഈ സ്പോണർ ബ്ലോക്ക് ചെയ്യുന്ന അതെ 1 2 3 4 ബ്ലോക്ക് ഓരോ എല്ലാ സൈഡിലോട്ടും 1 2 3 4. ഇവിടെ 1 2 ഇത് 2 ഇത് 3 ഒരു ബ്ലോക്ക് കൂടി ഇങ്ങോട്ട് മൈൻ ചെയ്യാനുണ്ട്. എന്നിട്ട് ഇവിടെ കുറേ സോംബീസ് വീഴുന്നുണ്ട്. ഇവിടെ ക്ലോസ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഡീപ് ഫ്ലൈറ്റ് എടുത്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ, നമുക്ക് ക്ലോസ് ചെയ്തേക്കാം. തൊട്ട് അവിടെ ഇടണം ഉണ്ട്. അതിന് നമുക്ക് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 4 ബ്ലോക്സ് നമുക്ക് അങ്ങോട്ട് കൂടി ഒരു 4 ബ്ലോക്സ് ഡിഗ് ചെയ്യാം. ഓക്കെ, എൻ്റെ അയൺ പിക്കാക്സ് പൊട്ടിയിട്ടുണ്ട് സൈറ്റ് എൻ്റെ ക്രാഫ്റ്റിൻ്റെ ഓക്കെ. ഇവിടെ നമുക്ക് ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കി സ്റ്റിക്ക് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇതൊന്നും ഉണ്ടാക്കിയേക്കാം. ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കി ഇവിടെ നമുക്ക് ഇത് ഫുൾ ഈ ഒരു കേവ് ക്ലോസ് ചെയ്ത് നമുക്ക് കുറച്ചൊക്കെ എന്തെങ്കിലും ബിൽഡ് ഇതിനകത്ത് കൊണ്ടുവരണം. അത് നമുക്ക് പിന്നെ ചെയ്യാൻ പൈസ. ഓക്കെ, നമുക്ക് ഇത് ഫുൾ മൈൻഡ് ചെയ്തേക്കാം. ഇവിടെ ഒരു ബ്ലോക്ക് കൂടി മൈൻഡ് ചെയ്യും. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം റെഡി ആക്കിയിട്ടും പിന്നെ നമുക്ക് 4 ബ്ലോക്ക് താഴോട്ട് പോകണം. 4 ബ്ലോക്ക് നമുക്ക് താഴോട്ട് കുഴിക്കണം. ഓക്കെ, നമ്മൾ ഫുള്ള് മൈൻഡ് ചെയ്ത് മാറ്റാനായിട്ട് എന്നിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഫുൾ പണിയാണ് തീർത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഫുൾ പണിയാണ് ഞാനത് അങ്ങനെ കൊല്ലാം. നമുക്ക് ഇവിടെ നെക്സ്റ്റ് കിട്ടും. ഇവിടെ തന്നെ ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് വെച്ചാൽ ബോണും ഒന്നായിട്ടുണ്ട്. നമുക്കത് ഈ ഡയമണ്ടൊക്കെ എനിക്ക് പണികൊണ്ടിരുന്നപ്പോൾ കിട്ടിയാണ്. ഇവിടെ നമുക്ക് വേണ്ടത്ര ആരോഗ്യം എല്ലാം കിട്ടുന്നത് നല്ല എഫക്റ്റീവായിട്ടാണ് കുഴപ്പമാകുന്നത്. കുറച്ച് XP നല്ല ബോൺ കൊടുത്ത് കിട്ടും. ഇത്രയൊക്കെ കംപ്ലീറ്റഡ് ആണ്. നല്ലൊരു ഫാമാണ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ തന്നെ കാണുന്നത്. ഓക്കെ, ഞാൻ അടുപ്പത്തി കൊല്ലാൻ പക്ഷെ ആരോസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ സൈഡ് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഫാം വേണം. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഈ ഒരു ഫാം ഉണ്ടാക്കാനായിരുന്നു മൈൻഡ് വന്നിട്ടാണ് ഈ ഫാം കിട്ടിയത്. അതുപോലെ തന്നെ ഈ ഇന്നത്തെ എപ്പിസോഡ് തന്നെ നമുക്ക് ആ ഒരു ഇതുകൂടെ അങ്ങ് ഉണ്ടാക്കിയത് പോർട്ടലും. ഓക്കെ, പോർട്ടലുണ്ടായിരുന്നു. സോൾസിനൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ ഇവിടെ നെതറോട്ടൊന്നും പോകുന്നില്ല. നല്ലൊരു വർക്ക് ചെയ്യുന്ന വീട്ടാണ്. വേറെ എത്ര സാധനങ്ങളൂടെ കിട്ടുന്നുണ്ട്. പോയും അത്യാവശ്യം പോകുന്നു. വേറെ നമുക്ക് കിടക്കാത്തിങ്ങനെ എടുത്തേക്കാം. ഓക്കെ,
നെക്സ്റ്റ് പറഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ആരോസ് ബോൺസ് ഒക്കെ നോക്കുന്നത് ബൈ. അപ്പോൾ സാർ നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. വീണുകൊള്ളു നമ്മളിത് അതായത് ഇതിനെ ഇപ്പോൾ ഈ സ്റ്റാക്കേഴ്സ് ആവുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ വാട്ടർ വെച്ച് നമ്മൾ വാട്ടർ ഒന്ന് ലാൻഡ് ആയിട്ട് തന്നെ നമുക്ക് അപ്പം തന്നെ അങ്ങോട്ട് ഒരിക്കലും പോകാനുണ്ട്. സോ ഓരോന്ന് ഓക്കെ ഇന്ന് നമുക്ക് കിട്ടിയാണ് ഈ 2 ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇപ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് അവിടെ ഇരിപ്പുണ്ട് ഈസൊക്കെ. നമുക്ക് ഇവിടെ ഫുൾ ജംഗിൾ പോലെ നമുക്ക് ഈ നമ്മുടെ നെതർ പോർട്ടിൽ നമുക്ക് ഇങ്ങോട്ടല്ല കാലത്തേക്ക് ബിൽഡ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഫേസ് സെറ്റ് ഫസ്റ്റ് തന്നെ നമുക്ക് One, two, three. Perfectly 14. Let me make my first intensive. Okay, നമ്മൾ നെതർ പോർട്ടിൽ ലൈറ്റ് അപ്പ് ചെയ്യാൻ പോവാണ്. 3, 2, 1 ഗോ. ഓക്കെ നമ്മൾ നെതർ പോർട്ടിലാണ് ലൈറ്റ് അപ്പ് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ നെതറിലോട്ട് പോകുന്നില്ല. എന്തായാലും ഇപ്പോൾ ഈ ബോട്ടിലോട്ട് ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഫാം എല്ലാം വർക്കിംഗ് ആയിട്ടുണ്ടോ. അപ്പോൾ ഗൈസ് കഴിഞ്ഞ മീൻസ് ഞാൻ ഓഫ് ക്യാമറ ഇന്ന് വേറെ കുറച്ച് പണി കൂടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതുണ്ട് ഈ ഒരു കുറച്ച് സ്പോസ് ലോഗും ഇത്ര ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ. ഇത് നമ്മുടെ ഹൗസ് ബിൽഡാണ്. ഇത് നമ്മുടെ അടുത്ത ബിൽഡ് മാക്സിമം അല്ല അടുത്ത എപ്പിസോഡിൽ നമുക്ക് മാക്സിമം ഹൗസ് ആയതുകൊണ്ട് ഇതായിരിക്കും ബിൽഡ് ചെയ്യാൻ പോകുന്നത്. വെറുതെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ മീൻസ് അവിടെ ആ ഒരു ഏരിയയിലായിട്ട് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. നമുക്കത് ഫാം ചെയ്യും വുഡ് ഫാം ചെയ്തിട്ട് ഈ ഏരിയയാണ് ചൂസ് ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇഷ്ടപ്പെട്ട സ്പോൺസർ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആ ഒരു ഇതുണ്ടാക്കിയത് സ്കെൽട്ടൻ്റെ ഫാം ഉണ്ടായിരുന്നു. ഇങ്ങനെ എത്ര വലിയൊരു വീട് നമുക്ക് ഒറ്റ കട്ട് ചെയ്തു. അല്ല ഈ ഒരു മോഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കോളിംഗ് ട്രീസ് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടൊരു മോഡാണ്. ബട്ട് ആ ഞാൻ ചെറിയൊരു പ്രോബ്ലമാണ് ഇത് പെട്ടെന്ന് തന്നെ ഇതായി പോകുന്നത്. അപ്പോൾ പക്ഷെ ഞാൻ ഇതായിരുന്നു കുറച്ചൊരു നേരത്തെ എന്നിട്ട് എനിക്ക് എത്ര ഇത് കിട്ടുമെന്ന് ഞാൻ കാണിച്ചു തരാൻ പറ്റും. ഇവിടെ ഈ ലീസ് താഴെ വരാത്തതിൻ്റെ പ്രോബ്ലം ഇല്ലേ. വില്ലേജർ ബ്രീഡർ നമുക്കൊരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാനും ഇനി അടുത്ത അയൺ ഫാം. ഇനി അടുത്ത 3 എപ്പിസോഡ് ഹൗസ് വില്ലേജർ ബ്രീഡർ അയൺ ഫാം ഇത് 3 വില്ലേജർ ബ്രീഡർ അടിപൊളി വർക്ക് ചെയ്താൽ നമുക്ക് അയൺ ഫാം അടുപ്പിക്കാൻ പറ്റും. എല്ലായിടത്തും നമുക്കൊരു ആക്ച്വലി ഉണ്ടാക്കാം. അതുപോലെ നമ്മുടെ അയൺ നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നുണ്ട്. അത്യാവശ്യം നല്ല യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളാകെ ഉള്ളത് ഈ ഒരു സ്റ്റാക്കും ഇനി ഒരു സ്റ്റാക്ക് കൂടി ആയതുകൊണ്ട് അത് വെച്ച് നമുക്ക് ഫുള്ളൊന്നും അറിയത്തില്ല. സോ ഒരു ആക്സും കൂടി പൊട്ടുന്ന ഒരു മെത്തോണ്ട് ആയിരിക്കും. ചുമ്മാണ് നോക്കിക്കൊണ്ട് ഈ ഒരു ആക്സും ഇതുകൊണ്ടുള്ള ഈ യൂസ് പ്ലാൻസ് ചെയർസ് അത് ഇത് കുറേ സാധനങ്ങളാണ്. ഇത്ര വുഡ് നമുക്ക് വേണ്ടി വരും. നോർമൽ പ്ലാന്റ് വുഡ് ഇത്ര ഓൾമോസ്റ്റ് എത്ര മതി. ഓക്കെ ഇതുകൊണ്ട് നമ്മുടെ ജസ്റ്റിലങ്ങ് വെച്ചേക്കാം. തികയുന്നില്ല അത്യാവശ്യം ഒരു ഒരു ചെസ്റ്റ് കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കുക 5 ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് എക്സ്ട്രാ 2 ചെസ്റ്റ് വെച്ചേക്കാം. ഓക്കെ ഇങ്ങോട്ട് ഈ 2 ഡബിൾ ചെസ്റ്റ് വീട് നമ്മുടെ ആ സ്ഥലത്തെല്ലാം നമ്മൾ വീട് നോക്കാം. അതിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചേക്കാം. 3 ചെസ്റ്റ് അങ്ങോട്ട് വെച്ചേക്കാം. നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഇവിടെ ആയിട്ടാണ്. ഇവിടെ ഈ ഏരിയ ഫുൾ നമ്മൾ ഫ്ലാറ്റാക്കി ഇവിടെയാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. സാപ്ലിങ്ങിന് മരത്തെ പിന്നെ എന്താ സാപ്ലിങ് വെച്ചേക്കാം. സാപ്ലിങ്ങും ഇവിടുത്തെ എല്ലാം വെച്ച് കഴിച്ചേക്കാം. ഓക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിലത്തെ പ്രോഗ്രസ് ആണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നെതർ പോർട്ടൽ ഉണ്ടാക്കി നമ്മൾ കുറച്ച് ഇതൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ ആ ഒരു സ്കെലിട്ടൺ ഫാം നമ്മുടെ പണ്ടൊക്കെ ഫസ്റ്റ് ഓട്ടോമാറ്റിക് ഫാമാണ് ചെയ്തിട്ടുള്ളത്. ഈ സ്കെലിട്ടൺ ഫാമും തന്നെ ഈ ഒരു നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു നമുക്ക് സ്റ്റാൻഡ് ആയിട്ടുണ്ട് ഈ വേൾഡ്. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്ര നമുക്ക് എക്സ്പ്ലെയിൻ ആക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര നമുക്ക് ഇവിടുത്തെ ഞാൻ ചെയ്യാം. അടുത്ത എപ്പിസോഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ നമ്മൾ സാധനം കളക്ട് ചെയ്യും. കുറച്ച് ബിൽഡൊക്കെ ചെയ്തിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ തന്നെ നമ്മുടെ ഫുൾ ഹൗസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് എൻ്റെ പ്ലാൻ.
അപ്പോൾ ഇന്നത്തെ വീഡിയോത്തോടെ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. ഇറ്റ്സ് മീ ആർ കെ വെരി സൈനിങ് ഔട്ട്.